ഹായ് ഗായ്സ്, ഒരു ലൈവ് പോലെ ബാങ്ക് ലോൺ അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇതല്ലേ അറിയുള്ളൂ. ഇത് മര്യാദക്ക് ചെയ്തേക്കാന്ന് തോന്നും, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് പറയില്ലേ, പാട്ട് കിടന്ന് ചാവണ്ടാന്ന് വിചാരിച്ചു. എനിക്ക് വേറെ പ്രാരാബ്ധ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പാട്ട് കിടന്ന് ചാവണ്ടാന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ പറയണ പോലെ. മഞ്ജുജിക്ക് പിന്നെ ചിരിക്കാൻ അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ട. മഞ്ജു നിൽക്കുന്നത് ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി, എന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയില. പൊതുവെ എനിക്കെപ്പോഴും പോസിറ്റീവായിട്ട് ഇങ്ങനെ മൈൻഡ് ഹോൾഡ് ചെയ്യാനാണ് ഇഷ്ടം. എപ്പോഴും പോസിറ്റീവ് ആണെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ. കോവിഡ് വന്നപ്പോ ആദ്യം 150ാമത്തെ സിനിമയിലും സിദ്ദിഖാണല്ലോ അച്ഛനായിട്ട് അഭിനയിച്ചത്. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. അത് വെച്ചാൽ ഓരോ അച്ഛന്മാരും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള അച്ഛന്മാരാണ്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ റിഹേഴ്സൽ എടുത്തില്ല. നമുക്ക് എടുക്കാം, ചിലത് എനിക്ക് അങ്ങനെയാണ്. ചിലത് റിഹേഴ്സൽ ചെയ്ത് പിന്നെ ടേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഇമോഷൻ കിട്ടില്ല. റിഹേഴ്സൽ എടുക്കാം, ഒത്തില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു, ഒന്നുകൂടെ എടുത്തു, രണ്ടാമതും എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. നിന്ന് നിപ്പില് ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഒരു അല്ലേ, എന്റെ കൂടെ എന്റെ ഏറ്റവും ക്രിട്ടിക്കൽ സമയത്ത് എന്റെ കൂടെ നിന്നിട്ടുള്ളത് മലയാളി പ്രേക്ഷകർ മാത്രമാണ്. രാമലീല എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ ഇപ്പൊ ഈ പ്രസ് മീറ്റിൽ ഇരുന്ന് സംസാരിക്കണ്ടാവില്ല. വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താടാ? ഞാനിങ്ങനെ ഹോസ്പിറ്റലില് ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കണോടാ. ഇല്ലടാ കുഴപ്പമില്ലടാ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാം, ചെസ് കണ്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി പടോടാ. 20 വർഷം മുമ്പ് എന്നുവെച്ചാ അവൻ ആ സമയത്ത് ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവനെ അത് രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പ്രിൻസും ഫാമിലിയും വളരെ ഹാപ്പിയാണ്. കാരണം ഇന്നത്തെ പ്രസ് മീറ്റ് കണ്ടപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോഴും നമുക്ക് ആ പടത്തിന് കിട്ടിയ മൊത്തത്തിലുള്ള റെസ്പോൺസ് കൊണ്ട് നിങ്ങൾ ടോട്ടലി ഹാപ്പി ആണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് സിദ്ദിഖ, ചില പടത്തിലൊക്കെ നമുക്ക് സിദ്ദിഖ അടിക്കലൊക്കെ ചോദിക്കുമ്പോൾ സിദ്ദിഖൊക്കെ ഒരു ദീർഘനിശ്വാസം ഇവിടത്തേ ഉള്ളു. പക്ഷെ ഇക്ക എന്നോട് വന്നിരിക്കുന്നത് പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെങ്ങനെയും പുള്ളിന് കിട്ടൂല ഇന്റർവ്യൂ. ഇല്ല, അതാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സാധാരണ കാണാറില്ല. ശരിക്കും ഹാപ്പിയാണോ? പിന്നെ വളരെയധികം സന്തോഷവാനാണ്. അത് നമ്മൾ ചെയ്തൊരു ജോലിക്കൊരു റിസൾട്ട് കിട്ടി, അത് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളൊക്കെ അത്രേ ഉള്ളൂ. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് കുറേ ആളുകൾ വിളിച്ചിട്ട് ആ സിനിമ നന്നായി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഇറങ്ങില്ല. അന്നത്തെ ദിവസം കിടന്ന് സന്തോഷിച്ച് അങ്ങ് തുള്ളി മറിയും. അത്രയുള്ള ചെറിയ ചെറിയ മനസ്സുകളെ ഞങ്ങൾക്കുള്ളൂ. കുഞ്ഞു മനസ്സാ. അതിനേക്കാളും കുഞ്ഞു മനസ്സാ. വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിനയിച്ച സിനിമ പ്രേക്ഷകരിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു, തിയേറ്ററുകൾ ഫുള്ളാവുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങളിലൊന്നാണത്. മാത്രമല്ല, നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യമേ തന്നെ D150 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയും, 150ാമത്തെ സിനിമ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. അപ്പോൾ ആ സിനിമ ദൈവമേ അത് വിജയിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് 100ാമത്തെ സിനിമയ്ക്കാണ്, കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയും വലിയ വിജയമായിരുന്നു. ഏകദേശം 100 ചില്ലാൻ ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ് കാര്യസ്ഥൻ. സിദ്ദിഖാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. ഇപ്പൊ ഞാൻ ഇന്ന് സംസാരത്തിന്റെ ഇടയ്ക്കാണ്, ഒരു 150ാമത്തെ സിനിമയിലും സിദ്ദിഖാണല്ലോ അച്ഛനായിട്ട് അഭിനയിച്ചത്. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. അത് വെച്ചാൽ ഓരോ അച്ഛന്മാരും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള അച്ഛന്മാരാണ്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ ആ ഒരു സിനിമയും കൂടെ ഒന്ന് പറയാം. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മഞ്ജുജിക്ക് പിന്നെ ചിരിക്കാൻ അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ട. മഞ്ജു നിൽക്കുന്നത് ഒരു ചിരി, ഇരുചിരി, എന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ്. ഞാൻ ഇടയ്ക്ക് ആ ഷോയ്ക്ക് പോകാം, ഞാൻ ചിരിക്കാൻ പോണാണ്. കാരണം നേരിട്ട് നമ്മുടെ പ്രൊമോഷൻ, ഈ പടത്തിന്റെ പ്രൊമോഷൻ ശരിക്കും പറഞ്ഞ ഞാൻ ആകെ 2-3 ചാനലിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതിനുമുമ്പ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ, ഒരു പരിപാടികളും ഇതായിട്ടില്ല. കാരണം ഈ പടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിമിനെ ബേസ്, അതിന്റെ കഥയിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയനെ ഫേസ് ചെയ്ത് അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണത്. ഇന്നത്തെ യുവതലമുറ കാണേണ്ട സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോഷൻ അങ്ങനെ തുടക്കം തന്നെ എല്ലാവരും തീരുമാനിച്ചു. കാരണം പ്രൊമോഷനും വന്നിരുന്നാൽ നമ്മളറിയാതെ നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിങ്ങളത് എടുക്കും. ഇത് ഏത് തരത്തിലുള്ള സിനിമയെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ കഥകൾ വരികയും പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിരിക്കുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മീഡിയ ആയിട്ട് സംസാരിക്കാം, അവരെല്ലാവരുമായിട്ട് നമുക്ക് വിളിച്ച് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനും
ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മലയാളത്തിൽ ആദ്യമായിരിക്കും ഒരു സെലിബ്രേറ്റ് സക്സസ് ഇന്റർവ്യൂ വരുന്നത്. നമ്മൾ ഈ സാധാരണ പടത്തിന്റെ ഇറങ്ങുന്നതിന് മുമ്പ് വരാറുണ്ട്, പടം ഇറങ്ങി കഴിഞ്ഞൊരു സക്സസിന് ശേഷം ഒരു ഇന്റർവ്യൂ ഈ പടത്തിന്. കാരണം വെച്ചാൽ എൻ്റെ 2 ദിവസത്തിനുള്ളിൽ, കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തിയേറ്റർ വിസിറ്റ് എന്താണ് സിനിമയുടെ സത്യസന്ധമായിട്ടുള്ള, ഇപ്പം നമ്മൾക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പക്ഷെ ഓഡിയൻസിന് നേരിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങൾ പതുക്കെ ട്രാവൽ ചെയ്തു. അത് ഇത്തവണ ഞങ്ങൾ ട്രാവൽ ചെയ്തത് മലബാർ ഏരിയയിലേക്കാണ്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രേക്ഷകരുടെ ഒരു ആവേശത്തോടുള്ള സ്വീകരണവും, കാരണം നിറഞ്ഞ തിയേറ്ററിലേക്കാണ് നമ്മളെല്ലാം കയറി ചെന്നിട്ടുള്ളത്. അത് ആരോടും പറയാതെ ഒക്കെയാണ് ഇത്. 1-2 തിയേറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് പലർക്കും ഷോ കഴിയുമ്പോൾ ഞങ്ങളെ കാണുന്ന അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഷോ കഴിഞ്ഞ് ലൈറ്റ് ഇടുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടെ അവർ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കണ്ടിട്ട് ഇവർ ഭയങ്കര ത്രില്ഡായി കയ്യടിയും ബഹളവും. അപ്പോഴാണ് അവർ ഞങ്ങളെ അടുത്ത കാലത്ത് ഇത്രയധികം ചിരിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾ ഈ സിനിമ ചിരിക്കുന്ന സിനിമയാണെന്നോ ഇതൊരു തമാശ പടമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കണ്ടന്റ്, നമ്മൾ ആ കുറച്ച് കണ്ടന്റ് പുറത്തു വന്നിട്ടുള്ളൂ. ആ കണ്ടന്റിലൂടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ ഫീലുള്ള സിനിമ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു. ഇന്നത് ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. അത് ആക്കിയത് പ്രേക്ഷകരാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു, ഞങ്ങൾ ഒരുപാട് ചിന്തിപ്പിച്ചു, ഞങ്ങളെ ചെറുതായിട്ടൊന്ന് കരയിപ്പിച്ചു എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് 150ാമത്തെ സിനിമ ഇത് വലിയ സക്സസ് ആയിട്ടാണ് ഞങ്ങൾക്ക്. തിയേറ്റർ വിസിറ്റും ദിലീപേട്ടന് ഈ സിനിമയ്ക്ക് വേണ്ടിയാ പോയിട്ടുള്ളത്. അല്ല, അതിന് മുമ്പ് പോയിട്ടുണ്ട്. വോയിസ് സത്യനാഥന് ഞാൻ പോയിട്ടുണ്ട്. ഈ ഇമോഷണൽ സീൻസ് ചെയ്യാൻ മനുഷ്യച്ചിക്ക് ഒരു പ്രത്യേക കഴിവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇമോഷണൽ സാധനങ്ങൾ ചേച്ചി ഡെലിവറി ചെയ്യുന്നത് കാണുമ്പോൾ ഇത്രയും ചിരിച്ച് കളിച്ച് നടന്നിട്ട് ആ സാധനങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക നാക്ക് കാണിക്കാറുണ്ട്. ശരിക്കും ഈ ഇമോഷണൽ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിലുള്ളൊരു പ്രിപ്പറേഷൻ എന്താ ശരിക്കും? നമ്മളെല്ലാവരും എല്ലാ ഫീലിങ്സും ഉള്ള ആൾക്കാരല്ലേ. സങ്കടം വരാറുണ്ട്, സന്തോഷം വരുമ്പോൾ ചിരിക്കും, പൊട്ടിച്ചിരിക്കാറുണ്ട്, കരച്ചിൽ വരുമ്പോൾ കരയാറുണ്ട്, എല്ലാ ഇമോഷൻസും ഉള്ള ആൾക്കാരാണ്. സോ എനിക്കങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അതിനാണല്ലോ ആക്ടിങ് എന്ന് പറയുന്നത്. ചിരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ കരയാന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ആ സീനൊന്ന് ഉൾക്കൊണ്ടാൽ മതി, അത് ചെയ്യാൻ പറ്റും തോന്നുന്നു. കാരണം ഇതിനകത്ത് തന്നെ ആദ്യം തന്നെ ബിൻഡോ എൻ്റെ അടുത്ത്, ഇതിൻ്റെ ഷാരിസും ബിൻഡോയും കൂടെയാണ്, കൂടുതലും ഷാരിസാണ് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു സീൻ, കാരണം ദിലീപേട്ടനുമായിട്ടുള്ള പ്രിൻസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്താണെന്നുള്ള, സഫിയയ്ക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു തരികയും, അത് ഞാൻ ആ സിനിമ കഴിയുന്നവരെ മിക്ക സ്ഥലങ്ങളിലും ആ സിനിമ കഴിയുന്നവരെ ആ ക്യാരക്ടർ കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ ആ ഇതിൽ വന്നപ്പോൾ അനിയനെ പോലെ സ്നേഹിക്കുന്ന പ്രിൻസിന്റെ ഭാര്യയാണ് ചതിക്കുന്നതെന്ന് അറിയുമ്പോൾ കാണാൻ ഇനി ഒരുപാട് ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ പറയാണ് മൊത്തം പറഞ്ഞു അല്ലല്ല, അത് കട്ട് ചെയ്യൊന്നും വേണ്ട, അതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷെ പോക്ക് കണ്ടപ്പോ പോക്ക് എന്ന് തോന്നിയതാണ്. അങ്ങനെ ഒരു ഭയങ്കര കോമ്പിനേഷൻ ഉള്ള സ്ഥലത്തൊരു എന്താടാ ഇത്, ഇയാള് പടത്തിൽ ജീവിക്കുകയാണ് ശരിക്കും സിനിമയില്. അല്ലല്ല, അതുകൊണ്ടല്ലേ ഇയാള് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തന്നെയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജോസൂട്ട് എപ്പോഴും നോക്കാം അടുത്ത പടത്തിലേക്ക് ഇന്ന് വിളി വരുന്നുണ്ടോ. പടം ഹിറ്റായത് മാത്രമല്ല, ഷൂട്ടിംഗ് സമയത്തും ഇങ്ങനെ നോക്കാം അടുത്ത പടത്തിന് വിളിക്കുന്നുണ്ടോ. ഞങ്ങളുടെ അടുത്ത് പറയാലോ, കാരണം ഇക്കൊക്കെ ഒരുപാട് ഫോൺ കോൾ വരും, മറ്റേ പടത്തിന്റെ ഡേറ്റ്, ആ പടത്തിന്റെ ഡേറ്റ്. മഞ്ജുനാണ് നിക്കക്കള്ളിയില്ല, ഒരുപാട് ഷൂട്ടിങ്ങിന്റെ അവിടെ നിന്നുള്ള വിളി. ജോസൂട്ട് ഒറ്റ മോശമാവാണ്ടിരിക്കാൻ വേണ്ടി 5 മിനിറ്റ് കൂടുമ്പോ അലാറം വെക്കുന്നുണ്ട്. അലാറം വെക്കും, ഇവൻ അലാറം വെക്കുന്നതാണ്. നമ്മൾ പുറത്ത് ബിസി അല്ലേ ഇയാള്, ഇതിനു മുമ്പ് വേറെ സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ജോസൂട്ടി ഇങ്ങനെയാണോ, ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ പോക്ക് ഇങ്ങനെയാണോ? പിന്നെയാണ് ബിൻഡോ കണ്ടുപിടിച്ചത് എല്ലാ അലാറം വെക്കണേ. മഞ്ജു ചേച്ചിയുടെ ഇമോഷണൽ പരിപാടികൾ ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോമഡിയാണ്. അതായത് ഇന്നത്തെ ദിവസം ഷൂട്ട് തീർന്നു എന്ന് പറഞ്ഞ് മഞ്ജു ചേച്ചിയെ വിട്ടു, അപ്പോഴേക്കാണ് മഴ പെയ്തത്. മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ഇന്റീരിയർ സീൻ ചെയ്യണമെന്ന് ഓർത്താണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ ഇമോഷണൽ സീൻ മഞ്ജു ചേച്ചിയുടെ. അത് വണ്ടിയിൽ കയറി പോയി മഞ്ജു ചേച്ചി വരാൻ പറഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റിച്ചിട്ട് ഇതാണ് സീൻ. പെട്ടെന്ന് ആ സീനങ്ങ് ചെയ്യുന്നു.
ഇതാരാ ഒന്നും മനസ്സിലാകുന്നില്ല. അതാണ് മഞ്ചേച്ചിയുടെ ഇമോഷണൽ അതെന്താന്ന് വെച്ചാൽ കറ തീർന്ന കലാകാരി പാരമ്പര്യമുണ്ടപ്പാ നമ്മുടെ എവിടുന്ന് വന്നാന്നൊന്നും ആലോചിച്ചോക്കണം. ഇല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയതും ആ സീനിനായിരുന്നു, ആ പെർട്ടിക്കുലർ സീനിനായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ചേച്ചി ഇന്നത്തെ സീൻ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, പൊക്കോന്ന് പറഞ്ഞു. പെട്ടെന്ന് മഴ പെയ്തു. റൂമിലിരിക്കുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, ചേച്ചി ഒന്ന് വരുമോ, മഴ പെയ്ത് കാരണം വെളിയിലത്തെ ഇത് ചെയ്തു. തിരിച്ചു വന്നു, ചെയ്യാമെന്ന് പറഞ്ഞു. റിഹേഴ്സൽ എടുത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാം, ചിലത് എനിക്ക് അങ്ങനെയാണ്, ചിലത് റിഹേഴ്സൽ ചെയ്ത് പിന്നെ ടേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഇമോഷൻ കിട്ടില്ല. റിഹേഴ്സൽ എടുക്കാം, ഒത്തില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു, ഒന്നുകൂടെ എടുത്തു, രണ്ടാമതും എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ടേക്ക് ഓക്കെ. അതെ, എനിക്ക് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അത് ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഒരു അല്ലേ ആ കാര്യത്തിൽ മലയാളത്തിലെ മാസ്റ്റർ ശ്രദ്ധിക്കട്ടെ. കരയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, ഇവ ലേലത്തിലെ സീനാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ആൻമറിയ കലിപ്പിലാണെങ്കിലും സീനാണെങ്കിലും നമ്മള് ഫേസ്ബുക്കിൽ ഇപ്പൊ കണ്ടാലും നമ്മൾ അറിയാതെ കരഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അതിനകത്ത് മറ്റുള്ള സീനില്ലേ, ഉമ്മാടെ പഠിപ്പിക്കാൻ വിട്ടിട്ട് നനഞ്ഞ ഇതും കൊണ്ട് പറയുന്ന ഒരു ഇമോഷണൽ സാധനം. ഞാൻ അതേ ചോദ്യമാണ് ചോദിക്കുന്നത്, ആ ഇമോഷൻസ് ഒക്കെ എങ്ങനെയാ? അതിപ്പം മഞ്ജുവിനോട് ചോദിച്ച ചോദ്യത്തിനും ഈ ചോദ്യത്തിനും എനിക്ക് തോന്നുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ചിരിക്കുകയും ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ കരയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. ഇപ്പം വളരെ ഗൗരവമായിട്ടിരിക്കുന്ന ഒരാൾ കരഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഫീൽ കിട്ടണമെന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരുപാട് കൂടെ ചിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ആളാണ്, അയാൾക്ക് സങ്കടം വരുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അത് ആ ഇമോഷൻ കണക്ട് ആവാം. അങ്ങനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നടനെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പല പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ചുറ്റിനുണ്ടാവും. പക്ഷെ അവിടെ ഈ നടനായിട്ട് നമ്മൾ പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, പല സംഭവങ്ങൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നത് ഈ ശരിക്കും ഇപ്പൊ ഞാനത് പേഴ്സണലി ചിന്തിച്ചു നോക്കണം. അപ്പൊ എനിക്ക് ഇന്നൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ ചെയ്യുന്ന നമുക്കത് ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു? വേറെ പണിയൊന്നും അറിഞ്ഞുകൂടാന്ന് അറിയാവുന്നതുകൊണ്ട് ഇത് മാത്രമേ ആകെ അറിയുള്ളൂ. പിന്നെ ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളൊരു ഒരുപാട് കാര്യങ്ങള്, വീട്ടിലെ പട്ടിണി ഇല്ലെങ്കിൽ അതെല്ലാം ബാങ്ക് ലോൺ, അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇതെല്ലാം അറിയുള്ളൂ. ഇത് മര്യാദക്ക് ചെയ്തേക്കാന്ന് തോന്നും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് പറയില്ലേ, പാട്ടി കിടന്ന് ചാവണ്ടാന്ന് വിചാരിച്ചു. എനിക്ക് വേറെ പ്രാരാബ്ധ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, പാട്ടി കിടന്ന് ചാവണ്ടാന്ന് വിചാരിച്ചു പറയണ പോലെ വരുന്നതാണ്. പിന്നെ നമ്മള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിനോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ്, അത് ഏതൊരു കലാകാരനായാലും കലാകാരി ആയാലും നമ്മളുടെ വിഷമങ്ങളോ കാര്യങ്ങളൊന്നും ആർക്കും അറിയേണ്ട വിഷയമില്ല. കാരണം അവർ കാണാൻ ആ കഥാപാത്രങ്ങൾ ആ സിനിമയും കാണാൻ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞ ഇടയിലാണ് ഈ കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് വേറെ ഇമോഷൻസിന് അവിടെ സ്ഥാനമില്ല. നമ്മൾ ആ കഥാപാത്രമാണ് നിന്ന് പെർഫോം ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുവിധം എനിക്ക് തോന്നുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അത് ഗോഡ് ബ്ലെസ്സിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒന്നാണ്. പിന്നെ എന്ത് വിഷയം ഉണ്ടെങ്കിലും പല വിഷയങ്ങളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രക്രിയയാണ്. അതാണ് ഈ 150ാമത്തെ സിനിമ അത് ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് കൂടുതലും നായകനായിട്ട് ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോവുക. ആ തുടക്കത്തില് ശരിക്കും ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ആ തുടക്കം ആദ്യ ഷോട്ട് വെച്ച സമയത്തോ അല്ലെങ്കിൽ ആദ്യ സിനിമ ചെയ്യുന്ന സമയത്തോ വിചാരിച്ചിരുന്നു 150ാമത്തെ സിനിമ എന്നുള്ളത്? ഏത് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത്, ദിലീപേട്ടൻ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ സിനിമ അഭിനയിക്കുമ്പോ ഇത്രയധികം സിനിമകൾ ചെയ്യുമ്പോൾ സിനിമ 150 സിനിമ എന്നുള്ളതില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആ പെർട്ടിക്കുലർ സിനിമയെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ സിനിമയിൽ ഹീറോ ആവുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളാവണം, സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, സിനിമയാണ് എൻ്റെ ലോകം, ആ സിനിമയിൽ അറിയപ്പെടണം എന്നുള്ളത്. അവിടെ നിന്ന് ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിന് കൂടെ നിന്നിട്ടുള്ള എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, എൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എനിക്ക് വേണ്ടി ഡിഫറൻ്റായിട്ട് കഥകൾ ചിന്തിച്ചിട്ടുള്ള അവരുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ അവർ കഥാപാത്രത്തെ മെനഞ്ഞെടുത്ത ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ അതുപോലെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, ടെക്നീഷ്യൻസ്, ക്യാമറമാൻമാർ, എൻ്റെ എടുത്തു പറയേണ്ട ഒരു സെക്ഷനാണ് എൻ്റെ ക്യാമറമാൻമാർ. ഞാൻ അഭിനയിച്ച പടത്തിലെ ആൾക്കാർ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞ് ഞാൻ അഭിനയം തുടങ്ങിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ അവരാണ്. കാരണം അന്ന് മോണിറ്ററൊന്നുമില്ല, ക്യാമറ കണ്ണിലൂടെയാണ് അവർ ഓക്കെ പറയുന്നു.
അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ മിമിക്രിയിൽ നിന്ന് വന്നായതുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കുന്ന ജോലി ഇന്ന ആർട്ടിസ്റ്റ് വരണ്ടോ നോക്കിക്കൊള്ളണം, ഇന്ന കാരണം ആ മാനറിസോ അത് വരുന്നുണ്ടോ എന്ന് ഭയങ്കരമായിട്ട് നോക്കിക്കൊള്ളണം എന്നൊക്കെ അവർക്കാണ്. അപ്പോൾ അവർ ഭയങ്കര ഇതായിട്ട് കീനായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അത് ഇപ്പോഴാണ് മോണിറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജേണിയിൽ സത്യം പറഞ്ഞ ഒരുപാട് പേരുടെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തൊരു സാധനം എന്ന് പറയില്ലേ, അതാണ് ദിലീപ് എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞ ഒരു ആക്ടർ. അതിനെ നിലനിർത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രേക്ഷകരാണ്. ഈ 30 വർഷക്കാലം ഞാൻ കഴിഞ്ഞ സിനിമകളിൽ ഉണ്ടാക്കിയെടുത്ത ആ കഥാപാത്രങ്ങളോട് അവരുടെ ആ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടമാണ് ഇന്ന് ഈ സിനിമ തുടങ്ങുമ്പോൾ അത് ഷാരിസും ബിൻഡോയും എഴുതി കാണിച്ച അവരുടെ ഒരു ക്രിയേഷൻ ഉണ്ട്. എൻ്റെ കഴിഞ്ഞ സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് നിമിഷം, ആ സിനിമകളിലൂടെ ഞാൻ പറയുന്ന കാര്യം അത് പെട്ടെന്ന് ജനഹൃദയങ്ങൾ അത് ഏറ്റെടുക്കുകയും എൻ്റെ സിനിമ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, മലയാളി പ്രേക്ഷകർ അവിടുന്ന് ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്ന് പ്രസ് മീറ്റിൽ ലാസ്റ്റ് പറഞ്ഞ കാര്യവും ദിലീപേട്ടൻ പറഞ്ഞത്. ഏതാണ്? കൂടെ നിൽക്കണം, കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഈ സിനിമയ്ക്ക് അത് ഞാൻ പറഞ്ഞത് ഒരു സക്സസ് സെലിബ്രേഷനിലാണ്, മനസ്സിലായില്ലേ? അത് ഞാൻ എന്നും എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് മലയാളി പ്രേക്ഷകർ മാത്രമാണ്. രാമലീല എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ ഇപ്പം ഈ പ്രസ് മീറ്റിൽ ഇത് സംസാരിക്കണ്ടാവില്ല. ഞാനിവിടെ വേണം എന്ന് തീരുമാനിച്ചത് പ്രേക്ഷകരാണ്. കാരണം എൻ്റെ കഴിഞ്ഞ കാല സിനിമകളിലൂടെ ആ സിനിമകളിൽ എന്നെ നിലനിർത്തിയിട്ടുള്ളത് അവരാണ്. അവർ സിനിമയ്ക്ക് വന്ന് ഇപ്പോൾ ഈ സിനിമയ്ക്ക് പോലും അവർ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ക്രിട്ടിക്കലായി നിൽക്കുന്ന സമയത്ത് വന്ന സിനിമയാണ് രാമലീല. ആ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രേക്ഷകർ വന്നില്ലായിരുന്നെങ്കിൽ, അന്ന് എല്ലാവരും ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞ് എല്ലാവരും കൊട്ടി ആഘോഷിക്കുന്ന സമയത്ത് അവർ തീരുമാനിച്ച അവരാണ് ഓടി വന്നത്. അപ്പം എന്നെ അവർ കരുതുന്നു സ്നേഹത്തോടുകൂടി. ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ തിയേറ്ററിൽ പോയിരുന്നപ്പോൾ എല്ലാവരും കണ്ടതാണ്. എനിക്ക് ഫീൽ, നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ തിരിച്ചു കിട്ടുന്നു സന്തോഷം എന്ന് പറയുന്ന ഒരു ഫീലില്ലേ, അത് നമ്മൾ കണ്ടറിയുന്നത്, തൊട്ടറിയുന്നത്. അത് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയമില്ലാതെയാണ് അവർ എനിക്ക് തരുന്ന സ്നേഹം. അതിന് നമ്മൾ ലൈഫിൽ ഞാനും എൻ്റെ കുടുംബവും ഞാൻ അത്ര ഓഡിയൻസിനോട് കമ്മിറ്റഡാണ്, ദൈവത്തിനോട്. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ജോണിച്ചേട്ടനൊക്കെ പറഞ്ഞിരിക്കുന്ന പല ഡയലോഗുകളും ഉണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും സാക്ഷി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ആളുകളാണെന്ന രീതിയിലുള്ളൂ. അത് ശരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രസ്താവനയാണോ ശരിക്കും? അല്ല, അത് ഇന്നത്തെ റിയാലിറ്റീനെ കുറിച്ച് ഈ സിനിമ സംസാരിച്ചിട്ടുള്ളത് ശരിയല്ലേ? ഇന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയ കൂടി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ സിനിമയിലൂടെ, ഈ സിനിമയുടെ കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ പേഴ്സണൽ ടോക്ക് അല്ല അത്. അപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ടാണ്? സൊസൈറ്റിയിൽ അതുള്ളതുകൊണ്ടല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാലോ അത് എവിടെ നിന്നാണ്, അത് എന്തിനായാണോ എന്ന് ചോദിക്കാലോ. നിങ്ങളത് ഉൾക്കൊള്ളുകയും ഈ സിനിമയിൽ മോശമായി 1-2 പരാമർശങ്ങൾ വന്നപ്പോൾ ഈ സിനിമ കണ്ട പ്രേക്ഷകരാണ് അതിനെതിരെ ആഞ്ഞടിച്ചത്, നമ്മളല്ല, അല്ലേ? ഈ സിനിമയെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒറ്റ അഭിപ്രായം വന്ന സിനിമയാണ്. ഒറ്റ അഭിപ്രായം ഒരു സിനിമയ്ക്ക് കിട്ടാൻ വലിയ പാടാണ്. നല്ല പടം എന്ന് പറയുന്നൊരു സിനിമ നിങ്ങളെല്ലാവരും കാണും. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ചെയ്ത് ഇതിൻ്റെ ഈ പടത്തിൻ്റെ ടീമൊന്നുമല്ല. ഈ സിനിമയ്ക്ക് പബ്ലിസിറ്റി ചെയ്തത് ജനങ്ങളാണ്. മൗത്ത് പബ്ലിസിറ്റിയാണ് ഇതിൻ്റെ ആദ്യത്തെ പബ്ലിസിറ്റി. നൂൺ ഷോ കഴിഞ്ഞിട്ടുള്ള സമയം തുടങ്ങി സിനിമ ഹൗസ്ഫുള്ളുകളിലേക്ക് കയറാൻ തുടങ്ങിയത്. അത് പറഞ്ഞത് ജനങ്ങളാണ്. അതിനുശേഷം അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇറങ്ങിയത് 9-ാം തീയതിയാണ്. ഇന്നിപ്പോൾ എത്രയും 13 അല്ലേ? നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വന്നിരിക്കുന്നത്. 5-ാം ദിവസം. ഇന്ന് 5-ാമത്തെ ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായി. ഈ സിനിമ മോശമാണെന്നും കാണരുതെന്നും പറഞ്ഞ ആൾക്കാരെ ഓടിച്ചിട്ട് അടിച്ച ആൾക്കാർ. ഈ സിനിമ കാണണം, ഇത് നല്ല സിനിമയാണെന്ന്, ഈ സിനിമയെ മനഃപൂർവ്വം നിങ്ങൾ കരിവാരിത്തേക്കുന്നതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള യൂട്യൂബേഴ്സാണ്. എന്നാൽ പിന്നെ അവർക്കും ഇതിനകത്ത് മാറി നിന്ന് തെറി പറഞ്ഞൂടെ? അത് ചെയ്തിട്ടില്ല. 97% യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരെയും സിനിമയെ സപ്പോർട്ട് ചെയ്തു.
കാരണം അതിനകത്ത് ഒരു റിയാലിറ്റിയും അവർ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങളുടെ നേരെ കണ്ണാടി തിരിച്ചു വെച്ച പോലെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു, ഈ സിനിമ ഓടണം, ഈ സിനിമ എല്ലാവരും കാണണം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. നിങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷമാണ്, കാണുന്നതിന് മുമ്പാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ തല്ലിമറിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയാം. അല്ല അല്ലേ? അപ്പൊ പിന്നെ ഈ പ്രിൻസിലൂടെ അല്ലെങ്കിൽ റാണി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ വന്നതുകൊണ്ടാണ്, റാണി വന്നപ്പോഴാണ് ഇത് സോഷ്യൽ മീഡിയ ആയി മാറിയത്. പ്രിൻസ് അതിന്റെ പ്രസക്തി പ്രിൻസിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അയാൾ പ്രൈവസിയുടെ ലോകത്തുള്ള ഒരാളാണ്. അയാളുടെ ജീവിതത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ കണ്ടന്റും വിറ്റ് കാശാക്കുന്ന ഒരാൾ ലൈഫിലേക്ക് വന്നതോടുകൂടിയാണ് ഇയാളുടെ ലൈഫ് മൊത്തം കുഴപ്പമാണ്. അതിലൊരു തിരിച്ചറിവ്, അതാണ് ഉർവശിച്ചിയുടെ കഥാപാത്രമാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുപോലത്തെയാണ്. ഉർവശിച്ച് ഇതിനകത്ത് ഒരാൾ, കാരണം ആ കാര്യങ്ങൾ ഇന്ന് മലയാള സിനിമയിൽ എടുത്ത് പറയേണ്ട അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്, നമുക്ക് കറക്റ്റായിട്ട് പറയുന്ന ഒരു ലേഡി, നമ്മുടെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് പറ്റിയ ആളാണ്. നമ്മളെ അത്ര ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കണം മലയാള സിനിമയിൽ. മലയാള സിനിമയുടെ ചരിത്രം പറഞ്ഞാൽ ഉർവശീനെ ഒഴിവാക്കിയിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഗംഭീര ആർട്ടിസ്റ്റാണ് അവർ. ആ കാര്യം മനസ്സിലായപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച ഒരു ദിവസം ഞങ്ങൾക്ക് വരാമെന്ന് വാക്ക് പറയുകയും, ഞാനാണ് ആദ്യം ചേച്ചിയോട് സംസാരിച്ചു, ഇങ്ങനെ ഒന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ സമയത്ത്. പക്ഷെ പറയുന്നത് മീഡിയയോടാണെന്നുള്ളതുകൊണ്ട് ചേച്ചി വെച്ചു, ഞാൻ വന്നൊരു പ്രശ്നം ഇല്ല ചേച്ചി, ഇത് ഫാക്റ്റാണ്, അല്ലാണ്ട് ഒരു മീഡിയ മോശമാക്കുന്ന കാര്യമല്ല സംസാരിച്ചത്. ഇപ്പം നിങ്ങളും ഈ സിനിമയെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് നിങ്ങളെ മോശമാക്കുകയല്ല ചെയ്തത്. എല്ലാവരും ഒന്ന് തിരിച്ചറിയാം, എന്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ അങ്ങേയറ്റത്തും ഒരാളുണ്ട്, അവർക്കൊരു കുടുംബമുണ്ട് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ ഇതിന് പേഴ്സണലായിട്ട് തിരിക്കുകയും വേണ്ട. ഈ സിനിമയുടെ കഥയാണ്, അത്രേ ഉള്ളൂ, അത്ര എടുക്കാൻ പാടുള്ളൂ. ഇത് കാലിക പ്രസക്തി ഉള്ളൊരു കഥയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പം അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. അല്ലാതെ ഇതൊരു സിനിമയ്ക്ക് പുറത്തുനിന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ല, അങ്ങനെ സംസാരിക്കാൻ നമുക്ക് എത്ര വേദികൾ വേറെ. അതെ, ഈ ഒരു സിനിമ പെർട്ടിക്കുലർ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളെല്ലാവരും നന്മയുള്ള ആൾക്കാരാണ്, പക്ഷെ എവിടെയോ നന്മ നമുക്ക് കൈവിട്ട് പോകും. അതിൻ്റെ ഒരു ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ അതിൻ്റെ നമ്മുടെ കുക്കിംഗ് പോയിന്റ് ഇതാണ്. ഈ ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്ത് അതിനൊരു സ്ക്രിപ്റ്റ് ആക്കി തന്നെ. നമ്മൾ പല സിനിമകളും കാണുന്നുണ്ട്, മെസ്സേജ് ഉള്ള സിനിമ. പണ്ട് മിക്ക സിനിമകളും മെസ്സേജ് നമുക്ക് പലപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് കുറെ കാലത്തിന് ശേഷമാണ് ഈ സിനിമയിലൂടെ, ഈ സിനിമ ഞാൻ ചെയ്യാനുള്ള കാരണവും അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എന്തിനാണ് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത്, നെഗറ്റിവിറ്റി പേറിക്കൊണ്ട് നടക്കുന്നത്? നമുക്ക് ഏറ്റവും സുന്ദരമായൊരു നാടല്ലേ നമുക്ക് ദൈവം തന്നത്, പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇന്നലെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടായിരുന്നു, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പടം മുഴുവനും കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇതിനൊരു വ്ളോഗർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയേറ്ററിൽ എല്ലാവരും ചിരിച്ചിട്ട് എനിക്ക് എന്തോ ചിരി വന്നില്ല, സോ അതുകൊണ്ട് ഓരോ സിനിമ കാണുന്ന ആൾക്കാർക്കും അവരുടെ ലൈഫില് മീൻസ് നമ്മൾ ഇരിക്കുന്ന ആ സിറ്റുവേഷൻ, ചിലപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പമ്പിച്ചിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സിനിമ അയാൾക്ക് വർക്കാവുണ്ടാവില്ല. അത് ഏതാളാണെങ്കിലും. ഞാൻ ഭയങ്കര സങ്കടത്തിൽ പോയിരുന്നു, ഞാൻ ചിലപ്പോൾ ഇതിനാവും. പക്ഷെ പേഴ്സണലി എനിക്ക് എത്ര സങ്കടം വന്നാലും എനിക്ക് ഒരു സിനിമ മതി ഞാൻ ഓക്കെ ആവാൻ. അത് എൻ്റെ പേഴ്സണൽ ഇതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ പുറത്തുള്ള പ്രശ്നങ്ങളുമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ കൊണ്ട് അയാൾക്ക് ആ സിനിമ ആസ്വദിക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അപ്പോൾ പടം കൊള്ളില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതാണ് പറയണേ. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷെ അത് നിങ്ങളുടേത് മാത്രമായിരിക്കും. ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പം ആര് എന്ത് പറയുമ്പോഴും ഈ സിനിമയെ ഒരുപാട് സ്നേഹിക്കും, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെ അറ്റാക്ക് ചെയ്ത് യൂട്യൂബേഴ്സ് തന്നെയാണ്. അതാ പറയാൻ പാടില്ല ഈ സിനിമയ്ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചത് അവരാണ്, നമ്മൾ ആരും വന്നിരുന്ന് ചോദിച്ചിട്ടില്ല. അപ്പം അത്രയും ഈ സിനിമ ഓടണം, ഈ സിനിമ കാണണം എന്ന് തീരുമാനിച്ചത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തന്നെയാണ്. അതാണ് ഈ സിനിമയുടെ പ്രസക്തി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ കളിക്കലൊക്കെ ആവാം, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇത്രേ ഉള്ളൂ. ഈ സിനിമയാക്കിയത് ഇവിടെ
ക്ഷീണമുണ്ട്. അതെ, ഈ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും ഈ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന്, ഈ സിനിമയുടെ നട്ടല് എന്താണെന്ന്. ശരിക്കും ഇങ്ങനെയാണോ റിയൽ ലൈഫില്? അല്ല, സംസാരിക്കും നന്നായിട്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് ചിഞ്ചുറാണിന്റെ പെർസ്പെക്റ്റീവില് ലൈഫിനെ കാണാൻ പറ്റില്ല. ഒരു ഇൻഫ്ലുവൻസർ ആവണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല, ഇൻഫ്ലുവൻസർ ആവണം അങ്ങനെ ആഗ്രഹമില്ല. ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസർ ആണ്. അപ്പം ഇത്ര പാവമാണ്, മിണ്ടത്തില്ല, നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവത്തില്ല കേട്ടോ ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ. അങ്ങനെ നന്നായിട്ട് സംസാരിക്കും. പിന്നെ ലൈക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ അവെയർ ആണ് എങ്ങനെ റിയാക്ട് ചെയ്യണം. ഒരു എനിക്ക് പൊതുവെ എനിക്കെപ്പോഴും പോസിറ്റീവായിട്ട് ഇങ്ങനെ മൈൻഡ് ഹോൾഡ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പൊതുവെ ഞാൻ അങ്ങോട്ട് പോയിട്ടൊരു പ്രശ്നത്തിന് പോവില്ല. അപ്പോൾ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് ചിഞ്ചുറാണിന്റെ. അല്ല, എപ്പോഴും പോസിറ്റീവ് ആണെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. കോവിഡ് വന്നപ്പോൾ ആദ്യം അങ്ങനെയല്ല, ഒരു ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ട്രിഗറായി എന്താ പിന്നെ ഒരു പണി കൊടുക്കണമല്ലോ, ഈ സാധനം ഇത് വരില്ല. നമ്മൾ അതിലേക്ക് നമ്മൾ എനർജി ഇടണോ എന്ന് ഞാൻ ഫസ്റ്റ് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുള്ളൂ. അപ്പൊ ഞാനിത് നോക്കുമ്പോൾ ഞാൻ ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുകയാണ്. പക്ഷെ സംസാരിക്കുന്ന ഒരു ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് മാത്രമേ ഒരു എക്സ്ട്രോവേർട്ട് സൈഡിലേക്ക് പറയാൻ പറ്റുള്ളൂ. ആ കഥാപാത്രമായിരുന്നു ഇപ്പൊ ഇവിടെ ഇരുന്നെങ്കിൽ ഇന്റർവ്യൂ എങ്ങനെ നോക്കിക്കണ്ടേ? ഞാൻ അവിടെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടാവും. എന്താണ് ഇവിടെ ഞാൻ ചോദിക്കാം, എന്ത് തോന്നുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പടം കണ്ടിട്ട്? ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയാണ്, നമുക്ക് ഭയങ്കര കണക്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട് ഇത് എന്നോടല്ലേ. ഇത് ആക്ച്വലി കൊറേ വ്ളോഗേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കൊള്ളിക്ക് പിടിച്ചു. സിനിമ കാണാൻ പ്ലേ ബട്ടൺ അല്ലല്ല, അങ്ങനെ വിചാരിക്കരുത്. അതെന്താന്ന് വെച്ചാല് അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഒരു ഏറ്റവും കൂടുതൽ അതിന്റെ വാല്യൂ എന്താന്ന് നമുക്കറിയാം. ഒരു യൂട്യൂബേഴ്സിന് അതിന്റെ വാല്യൂ എന്താന്ന് നമുക്ക് അറിയാം. അത് ഒരുപാട് ചർച്ച ചെയ്തിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിനെ അടിച്ചാൽ ഒറ്റയടിയിലെത്തിരും. പക്ഷെ ആ പെണ്ണിന് ഏറ്റവും വാല്യുബിൾ അതാണ്. ആ വാല്യുബിൾ സാധനം പോയിട്ട് വന്നിട്ട് ഇതാണ് ചെയ്തതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല. അല്ലാതെ അത് യൂട്യൂബേഴ്സിന് നേരെയുള്ള അറ്റാക്ക് ഒന്നുമല്ല. അതിനെ ഒരിക്കലും പേഴ്സണൽ ആയിട്ട് എടുക്കരുത്. ഫോർ ദിസ് ഫിലിം, ഈ സ്റ്റോറിക്ക് വേണ്ടിയിട്ട്, ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെല്ലാവരും ഡേ ടു ഡേ, ഞാൻ ഇന്നത്തെ പ്രസ് മീറ്റിലും പറഞ്ഞു, വി ആർ എ ഫാമിലി. നമ്മൾ മീഡിയയുടെ ഒരു ബോഡിയുടെ പല കണ്ണ് മൂക്ക് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ്. നമ്മൾ ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന ആൾക്കാരാണെല്ലാം. ഈ മീഡിയയുടെ വേറെ വേർഷനാണ് സിനിമ, ഒന്ന് TV എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു. നിങ്ങൾ പിന്നിലും മുമ്പിലും നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ പിന്നിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, നിങ്ങൾ മുന്നിൽ വന്നിരുന്നാണ് സംസാരിക്കുന്നത്. അതൊരു പ്രക്രിയ നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വേർതിരിവ് ഉണ്ടാവുന്നത്. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭംഗിയാവില്ല അല്ലേ? അപ്പൊ അതിനെ പേഴ്സണലായിട്ട് എടുക്കുകയും ചെയ്യണ്ട. ഇത് എല്ലാ യൂട്യൂബേഴ്സും ഒരേപോലെ ആണെന്നുള്ളതുമല്ല ഈ കഥ പറയുന്നത്. യൂട്യൂബർമാരിൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ട്, ഹൈലി ഇതായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കാരണം ഒന്ന് അല്ലേ, എന്താന്ന് വെച്ചാല് എല്ലാ യൂട്യൂബേഴ്സും ഇതുപോലെ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പൊ രാവിലെ ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ചെയ്യുന്നത്, നിങ്ങൾ ആരെങ്കിലും രാവിലെ എന്നിട്ട് ഹായ് ഗായ്സ് ടുഡേ ഐ എം സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങുന്നില്ല. നിങ്ങളുടെ രീതി വേറെയാണ് അല്ലേ? നിങ്ങളെല്ലാം യൂട്യൂബിന്റെ മെയിൻ ഇതാണെങ്കിലും രീതികൾ വേറെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടില്ലേ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന മുതൽ ബാത്റൂമിന്റെ വെളിയിൽ കൊണ്ട് സാധനം വെച്ചിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് വേണമെങ്കിൽ അതും കൊണ്ടുപോകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവര് ഉറങ്ങുമ്പോ എങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചത്, പുതപ്പ് മാറ്റുമ്പോ തന്നെ ക്യാമറ ഓൺ ആക്കി റെഡി ആയിട്ടിരിക്കും. അല്ല, പറയാൻ പറ്റില്ല. അത് ചില, പക്ഷെ ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഒരു 18-നും 20-ഉം തുടങ്ങി 30-32 ഒരു ഏജ് വരെയായിരിക്കും ഈ ഇതിൽ പോകുന്നത്. അത് കഴിഞ്ഞാൽ പോകുന്ന വേറെ വേർഷനിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ യങ്സ്റ്റേഴ്സ് പ്രത്യേകം കാണേണ്ടതാണെന്ന് പറയാൻ കാരണം അതാ. ഇത് ബേസിക്കലി ഓരോരുത്തരുടെ ജീവിത രീതി, അവരവരുടെ ഇഷ്ടം, അതിനെ ഒന്നും ഈ സിനിമ പ്രതിപാദിക്കുന്നില്ല. ഇതൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ സിനിമയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ആർക്കും ഒരു പ്രൈവസി ഇല്ല സത്യസന്ധമായി പറഞ്ഞാൽ.
അല്ലേ? പ്രൈവസി ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും ഒരു പ്രൈവസി ഇല്ലാത്തൊരു ലോകത്താണ്. എല്ലാ അർത്ഥത്തിലും ഫോൺ എന്ത് ഇതിലും നമ്മൾ ഏതോ ഒരു നെറ്റ്വർക്കിന്റെ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലേ? എല്ലാത്തിനും ഡിജിറ്റൽ റെക്കോർഡ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യജിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുമ്പോഴോ ഈ മീഡിയാസ് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഫോണുമായിട്ട് ഇങ്ങനെ ആളുകൾ നിൽക്കുമ്പോൾ? ഫോണുമായിട്ട് നമ്മളിപ്പോൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അവരെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ അവരുടെ തൊഴിൽ അതാണ്, നമ്മളെ യൂസ് ചെയ്ത് കാശാക്കി എന്നുള്ളതാണ് അത് അവരുടെ തൊഴിലാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യനാണ്, നമുക്കും ഫ്രീഡം വേണം അല്ലെങ്കിൽ നമുക്കും ഒരു സ്പേസ് വേണമെന്ന് മറന്നുകൊണ്ട് വരുന്ന ചില ആൾക്കാർ. ഇതിൽ പച്ച മലയാളം പറഞ്ഞ സാഡിസം ഉണ്ടാവരുത്, അതേ പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ മഞ്ജു പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്, ചെന്നിറങ്ങും മീഡിയാസ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ അത് അവരുടെ ജോലിയാണ്. കാരണം ഈ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് അവരുടെ കവറേജ്. നമ്മൾ അത് മനസ്സിലാക്കും. അതിന്റെ അകത്ത് ചിലപ്പോ 1-2 ആൾക്കാർ സാഡി സ്വഭാവം കാണിച്ചാൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഹേർട്ടിങ് ആണ്, അല്ലേ? അതിനെക്കുറിച്ച് മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ ആരെ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും ഇതില്ല. നമ്മൾ ഇതിനകത്ത് ഒരാളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കഥാപാത്രത്തെ, അത് നമ്മളുടെ ലൈഫിൽ ഇത് എന്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വന്ന പലരോടും ചോദിച്ചു എന്ത് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്തത്. ഞാനും ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ആഗ്രഹം ഞാനും ചെയ്യും എന്ന് പറഞ്ഞ നമ്മള് ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവര് മോശമായിട്ടുള്ളത് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ചിഞ്ചുറാണി അങ്ങനെയാണ്. ചിഞ്ചുറാണിയെ പോലെയുള്ള ആൾക്കാരും വേറെ ഉണ്ടാവും. അവര് സാഡിസ് ഉണ്ടാക്കരുത്, വേറൊരാളുടെ ലൈഫിനെ ബാധിക്കുന്ന. ആർക്കും എന്തും ചെയ്യാം, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ വേറൊരാളുടെ ലൈഫ് വേറൊരാളുടെ കുടുംബത്തിന് ബാധിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ദിലീപേട്ടൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ എന്ത് പേരിടും? എന്റെ യൂട്യൂബ് ചാനൽ ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ പേരില്ല, ഗ്രാൻഡ് ചാനലാണ്. ഞാൻ തുടങ്ങുന്നേക്കാൾ കൂടുതൽ എന്റെ പേരിൽ ഒരുപാട് പേര് ഞാനൂടി തുടങ്ങണോ? അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ എന്റെ പേരിൽ ചാനൽ തുടങ്ങി സന്തോഷമായിട്ട് ഒരു ക്യാഷ് വർഷങ്ങളായിട്ട് അവരെ ജനം അറിയുന്ന തന്നെ എന്നെ തെറി പറയുന്നതിന്റെ പേര്. ഞാനിനി ഒന്നൊരു ചാനൽ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന് ഞാൻ ഇനി ദിവസം കണ്ടന്റ് ഉണ്ടാക്കണം. അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം? എന്നെ കുറിച്ച് ഞാൻ അറിയാത്ത വാർത്തകൾ ഞാൻ വായിക്കുന്നത് അവരുടെ ചാനലിൽ ഓരോ സാധനങ്ങൾ വരുമ്പോ ഇതൊക്കെ ഉണ്ടായി പറയുന്നതാണ്. അവര് പറയുന്ന കാര്യം കേട്ടാ ഇവര് ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ജീവിച്ചോട്ടെ, എന്റെ പേരിൽ അങ്ങനെ എന്തോരം പേര് ജീവിക്കുന്നു, നമുക്ക് സന്തോഷമല്ലേ? പിന്നെ ഇവര് ആ വീടിന്റെ അവിടെ നമ്മളെ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങുന്നത് നല്ലത്. നമുക്ക് ആയി ടെൻഷൻ ഇല്ല, മറ്റത് ദിവസം കണ്ടന്റ് ഉണ്ടാക്കണ്ടേ. സിദ്ദിഖ് ഇങ്ങനെയുള്ള നെഗറ്റീവും കാര്യങ്ങളും വരുമ്പോ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? പോസിറ്റീവായിട്ട്. അത് ഞങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. അതാണ് കൂടുതൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത് എപ്പോഴും കാണുകയൊന്നും ചെയ്യില്ല. ആരെങ്കിലും ഒക്കെ അയച്ചു തരുമ്പോഴൊക്കെയാണ് ഇത് കാണുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങിയ സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഒരുപാട് കമന്റുകളൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ മോഹൻലാലിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ മോഹൻലാലും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ മോഹൻലാൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആളുകളെ എൻ്റർടൈൻ ചെയ്യലാണ്, ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കലാകാരന്മാരുടെ ജോലി. അതിന് ചിലപ്പോൾ ഞങ്ങൾ കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ തലകുത്തി മറിയും, ഇടികൊള്ളും, ഇടിക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആളുകളെ രസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ നമ്മളെ ചീത്ത പറഞ്ഞും അവർ എൻ്റർടൈൻ ചെയ്യല്ലേ, അപ്പോൾ ആയിക്കോട്ടെ, അവർക്ക് അതും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മളെ ചീത്ത പറഞ്ഞു അങ്ങനെ എടുത്താൽ മതി. അതിനല്ലാതെ അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, അവർ നമ്മളെ ചീത്ത പറഞ്ഞും എൻജോയ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, അത് അങ്ങനെ അങ്ങ് വിട്ടേക്കാന്ന്. അത് എൻ്റെ മനസ്സിൽ അന്ന് അങ്ങനെ കയറിയിട്ട് എനിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. അതങ്ങനെ വരും, അതങ്ങനെ പറയും. ചിലർ നല്ലത് പറയും, ചിലർ ചീത്ത പറയും. ഒരുപാട് നല്ലത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുമില്ല. അത് പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. അത് അതിനർഹിക്കുന്ന ഒരു പ്രാധാന്യം മാത്രമേ കൊടുക്കാറുള്ളൂ. ദിലീപേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കാരണം കുറെ കുടുംബം കഴിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. സീരിയസ്ലി അതിലെന്ന് വെച്ചാൽ നമ്മളെ തെറി പറഞ്ഞ് ജീവിക്കുന്നു. അതാ പറഞ്ഞേട്ടാ, നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവര് അങ്ങനെ അല്ലാതെ അവര് വേറെ രീതിയിൽ കഴിവ് തെളിയിച്ചു എന്ന് പറയാനുള്ള
സംഭവങ്ങൾ എന്തോന്ന് പരിശോധിക്കേണ്ട അവസ്ഥയുണ്ട്. അല്ല, ഇത് ബേസിക്കലി സെല്ലിംഗ് പോയിന്റ് നെഗറ്റീവ് ആണല്ലോ. നമ്മൾ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. നെഗറ്റീവ് പോയിന്റിലേ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സിനിമയുടെ മെയിൻ സംഭവം അതല്ലേ, പ്ലോട്ട് അതാണ്. എങ്ങനെ കേറാൻ പറ്റും എന്ന് ഉപയോഗിക്കുന്ന അവിടെ ഉപയോഗിക്കുന്ന മന്ത്രം എന്താണ്? നെഗറ്റീവ്. ആളുകൾക്ക് ഒരിടത്ത് പറഞ്ഞ കാര്യമാണ്. 2 ദിവസം പുള്ളിയോട് ചോദിച്ചു, സലീംകുമാർ സിനിമയൊക്കെ കാണാറുണ്ടോ നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ്, ഞാൻ ഈ അടുത്ത ചെസ് കണ്ടത് 20 വർഷത്തിന് ശേഷം ഞാൻ ദിലീപിനെ വിളിച്ച് പറഞ്ഞിരുന്നു അടിപൊളി പടമാണ്. അവന് ഈ അമൃത ഹോസ്പിറ്റലില് ഞാൻ തോന്നുന്നു ഡയാലിസിസിന് പോയ സമയത്ത് ഞാൻ അവനെ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താടാ? ഞാനിങ്ങനെ ഹോസ്പിറ്റലില് ഉണ്ട്. ഓക്കെ ഞാൻ പിന്നെ വിളിക്കണോടാ. ഇല്ലടാ കുഴപ്പമില്ലടാ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാം, ചെസ് കണ്ടോണ്ടിരിക്കുകയാണ്, അടിപൊളി പടോടാ. 20 വർഷം മുമ്പ് അവൻ ആ സമയത്ത് ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവനെ അത് രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതിപ്പോ നമ്മുടെ ദൈവം അനുഗ്രഹിച്ച ഒരുപാട് ആ സമയത്ത് സിനിമകളെല്ലാം ഇപ്പോഴും റിപ്പീറ്റഡ് ഓഡിയൻസ്. അന്ന് ചെയ്ത സിനിമകൾ കണ്ട് ഇപ്പോഴത്തെ തലമുറ നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഭാഗ്യവാന്മാർ നമ്മളൊക്കെ. വലിയ സന്തോഷം. അല്ല, ഞാൻ പറഞ്ഞ കൊച്ചു കുട്ടി സലീമിന്റെ എപ്പിസോഡ് ഞാൻ അവിടെ നിർത്തി. അടുത്ത ബസ് കയറി. അല്ല, മൊത്തത്തിൽ പറഞ്ഞു വെച്ചാ ആ സിനിമകളെല്ലാം ഒരേപോലെ ഇപ്പോഴത്തെ സിനിമകളെ പോലെ രസിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട് ദിലീപേട്ട. കുറെ നേരം ചോദിക്കണം. വെച്ചാൽ അവന്റെ ഫോണിന്റെ അവൻ ബിസിയാന്ന് അറിയിക്കാനുള്ള എല്ലാ സാധനവും പോയി. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ബിസിയാണെന്ന് മനസ്സിലായപ്പോ കിട്ടതാ. ഇല്ല, എപ്പോഴും നമുക്ക് ആദ്യ സിനിമ എപ്പോഴും വളരെ സ്പെഷ്യലാണ്. പതിനഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട്. നായകനായിട്ട് സിനിമ വെച്ചിട്ടുണ്ട്. റാണി ചിത്ര മാർത്താണ്ഡ പടത്തില്. റാണി ചിത്ര മാർത്താണ്ഡം എന്ന് പറഞ്ഞ കായലിന്റെ പേരാണ്. എന്നാണ്? ഈ ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി. പിന്നെ എന്റെ അളി എന്നോട് അതിലുണ്ട്. നിങ്ങളാ പരിചയം കാണിക്കണ്ടല്ലോ. അല്ല, ജനനമന ജനനമനയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ. അല്ല, ആ പടത്തിൽ അഭിനയിക്കുന്നോട് അവരോട് പരിചയം കാണിക്കാറുണ്ട്. എല്ലാം എന്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഷിൻസ് എന്നാണ്. ദിലീപേട്ടന്റെ 2 അനിയന്മാരിൽ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു സമയമാണിത്. കാരണം ദിലീപേട്ടൻ, സിദ്ദിഖ, മഞ്ചേച്ചി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഈ ഫീൽഡിൽ നമ്മളിപ്പോൾ പോലും മൊബൈലിൽ നോക്കുമ്പോൾ ഇവരുടെ എന്തെങ്കിലും ഒരു ഹ്യൂമർ സാധനങ്ങളോ സിനിമയുടെ കാര്യങ്ങളോ നമ്മൾ ടി വിയിൽ എല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനൊരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ടാണ് എന്നെ സംബന്ധിച്ച്. അത് ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് പോകുമ്പം എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷമാണ്. അതിനെൻ്റെ കൂടെ നിന്ന് ഇവരോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ടെന്നുള്ളതാണ്. വീട്ടില് എങ്ങനെയാ, മൂത്ത ആളാണോ ഇളയ ആളാണോ? ഞാൻ വീട്ടിലെ 2ാമത്തെ ആളാണ്. എങ്ങനെയാ ഇത് കഥാപാത്രമായി നീതി പുലർത്തുന്നുണ്ടോ? ഏകദേശം ഒക്കെ ഒരു സമയത്ത് നീതി പുലർത്തുന്നുണ്ടായിരുന്നു. അത് കുറിച്ച് ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മളെ വിളിച്ചു പറഞ്ഞാൽ അനിയൻ നന്നായിട്ടുണ്ട് കേട്ടോ ഒരാൾ. ഓരോ ആൾക്കാരെയും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖയുടെ കോമഡി, ഇതിന്റെ ഒരു ബേസിക് പേഴ്സണൽ പരിപാടികളാണ് നമ്മൾ ഇതിൽ പിടിച്ചേക്കുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോഴുള്ളതും അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആ ക്യാരക്ടറായിട്ട് തന്നെ അവൻ അത് ജീവിക്കുകയായിരുന്നു. കുഞ്ഞുമായി ഞാൻ ഇതിന്റെ കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഇന്നത്തെ ധ്യാന്റെ ഒരു പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞ ഡിജിറ്റലി ഞങ്ങളുടെ ദൈവമാണ് പുള്ളിയുടെ ഓരോ വാക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് താങ്ക്സ് പറയുന്നു. കാരണം അവനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന പലരിലല്ല 2 പേരിലും ഒരാളെ നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം നടന്നല്ലോ. നിങ്ങൾക്ക് ആളെ കൊണ്ട് നമ്മൾ തന്നു. ഞാൻ വന്നപ്പോ ഭയങ്കര, കാരണം നമ്മൾ മറ്റുള്ളവർ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അത് കുറച്ച് ഭയങ്കര ലൈവ്ലി ആയി ശരിക്കും പറഞ്ഞാല്. പിന്നെ നമ്മളതൊരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായി. ദിലീപൻ അവിടെ എഴുന്നേറ്റ് തിരിച്ച് മറുപടി പറയുകയും. ശരിക്കും നിങ്ങളുടെ കോമഡി ചീറ്റിയായിരുന്നോ? കോമഡി ചീറ്റിപ്പോയായിരുന്നോ? ഇല്ല, ഞങ്ങള് കോമഡിക്ക് ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കണേ. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇതെന്നു വെച്ചാൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അതിന് ഞങ്ങൾ ചെറുതായിട്ട് പൊടി ഇത് തീർച്ചയായും ചെറുതായിട്ടൊന്നുമില്ല, നല്ല രീതിയിലുണ്ട്. ഞാൻ ഇവരുടെ കൂടെ നിന്ന് പെർഫോം ചെയ്ത ആളാണ്. സിദ്ദിഖയും ദിലീപേട്ടനും ചെയ്തു വെച്ച പല സാധനങ്ങളും, ഇവര് തന്നെ ഉണ്ടാക്കിയ പല സാധനങ്ങളോട് ഇന്ന് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. ഞാൻ ലിറ്ററലി കണ്ടതാണ്. ഒക്കെ കൂടിയുള്ള സീൻ ഇവരതിന്റെ പ്ലോട്ട് പറഞ്ഞു, അത് മാറ്റർ ഇതാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് ചൂടാവുന്ന സീക്വൻസും ഒക്കെ അഭിനയിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഇവര് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കറിയാലോ. ആ സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മളത് വേണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെല്ലാം അങ്ങോട്ട് കൂട്ടായ്മ തന്നെയാണ് ബ്രദർ ഒരു സിനിമ നല്ലതാവുള്ളൂ. അല്ലാതെ ഒരു ആളും ഇല്ലാതെ പറഞ്ഞ കോമഡി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ സിനിമയെ കുറിച്ച് നമുക്കൊരു ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും നമുക്കൊരു ധാരണയുണ്ട്, ഇത് ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഇത് പോകേണ്ടത്, ഇതൊരു മീറ്റർ അത് നമുക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ സിനിമ തീർത്തതും. അതിൽ തീർച്ചയായും എല്ലാവരുടെയും സഹകരണമുള്ള സിനിമ തന്നെയാണ്. ഈ ഒരു 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടായിരുന്നു ശരിക്കും? ദിലീപേട്ടൻ്റെ ഒരു സിനിമ 150ാം സിനിമ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തീർച്ചയായും ഇതിനെ വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ സിനിമ ആദ്യം തന്നെ എടുത്തത്. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതൊരു ഫാമിലി സിനിമ ആയിട്ട് തന്നെ സ്ക്രിപ്റ്റ് വരികയും ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഒരാൾ പ്രൊഡ്യൂസറായിട്ട് വരികയും ഞാനും ഷാരിസ് ഒരുപോലെ തന്നെയാണ് ആദ്യം തൊട്ടുള്ളത്. അപ്പോൾ ഇതിന് എൻ്റെ 21 വയസ്സ് തൊട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സിനിമ ഈ പറഞ്ഞ പോലെ സിനിമ മാത്രമേ അറിയാവുള്ളൂ. സിനിമേനെ നമ്മൾ അത്രയും റെസ്പെക്റ്റിലാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമേനെ ആ റെസ്പെക്റ്റിൽ തന്നെയാണ് പോയത്. ദിലീപേട്ടനാണ് വരുന്നത്, ആ റെസ്പെക്റ്റ് കൂടുകയും ആ സിനിമ 150ാമത്തെ ദിലീപേട്ടൻ ഒരു ദിവസം വിളിച്ചപ്പം വിൻഡോ ഇത് എൻ്റെ ചെറിയൊരു 150ാമത്തെ സിനിമ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയും ആ സിനിമ ഒരു കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളുണ്ടെങ്കിൽ അതുപോലും ഇത് ഉൾക്കൊള്ളിക്കാൻ നോക്കി. പിന്നെ ഞാനിവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുക മാത്രമാണ്. എൻ്റെ ടീം എന്ന് പറയുന്നത് റൈറ്റർ ഷാരിസ്, എഡിറ്റർ സാഗർ, മ്യൂസിക് ഡയറക്ടർ സനൽ, ക്യാമറമാൻ, കോസ്റ്റ്യൂം ദിലീപേട്ടൻ്റെ കോസ്റ്റ്യൂം ഇത് വെങ്കിയാണ്. ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്, എനിക്ക് അറിയാം ഇപ്പം ഇങ്ങനത്തെ ഒരാൾ ഇൻഷർട്ട് ചെയ്യാൻ ബെൽറ്റ് ഇടാൻ പാടില്ല അല്ലെങ്കിൽ മിടുക്കനായിട്ട്. അപ്പം ഞാൻ അതെ അപ്പം നമ്മൾക്ക് കളർ കോമ്പോ എല്ലാം അറിയാം. അപ്പം വെങ്കിയായിട്ട് ഭയങ്കര കെമിസ്ട്രിയാണ്. ഇന്ന് രാവിലെ വെങ്കി ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചേട്ടന് ഷർട്ടും മുണ്ടും കൊടുത്താൽ മതി രാവിലെ. വെങ്കി ഞാനും തമ്മിൽ അത്രയും ഇതാണ്. അപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എല്ലാവരുടെയും ഒരു എനർജിയും എല്ലാവരുടെയും ഹെൽപ്പും സപ്പോർട്ടും, പിന്നെ ഡയറക്ഷൻ ടീമിലെ 3-4 പേര് ഇതിൻ്റെ കോ റൈറ്റേഴ്സും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ടീം വർക്ക് മാത്രമാണ്. അത് ഈ ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഫാമിലിയാണ്. ഇപ്പം ജോസൂട്ടി അഭിനയിക്കുമ്പോൾ എനിക്കറിയാം അവൻ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഐ കോണ്ടാക്ട് അങ്ങനെയാണ്. ഇപ്പം ദിലീപേട്ടൻ എനിക്ക് പരിചയമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ പോകുമ്പോഴാണ് ദിലീപേട്ടനെ പരിചയപ്പെടുന്നത്. പക്ഷേ കഥ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹമായിട്ട് ഒരു 15 വർഷം പരിചയമുള്ള ആളെപ്പോലെയായി. പിന്നെ ഒരിക്കലും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം ദിലീപേട്ടൻ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ടാണ് നിൽക്കുന്നത്. സിദ്ദിഖേട്ടൻ വരുമ്പോൾ സിദ്ദിഖേട്ടൻ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ മതി. കാരണം സിദ്ദിഖേട്ടൻ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. ഇപ്പോൾ നമ്മൾ കേട്ട് ചിരിച്ചിട്ട് ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറയും. അതുപോലെ എല്ലാവരും കൂടെ ഒരു ഐക്യത്തിലാണ്. ഇപ്പം ചിഞ്ചുവിലേക്ക് വരുവാണെങ്കിലും നമ്മൾ ഓഡിഷൻ ചെയ്ത് കിട്ടിയ കുട്ടിയാണ്, നമ്മുടെ മുത്താണ്, ന്യൂ ഫേസ് ആണ്. അതെ അത് നമ്മുടെ ഒരു തീരുമാനമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ വേറൊരാളെ വെക്കാം, മീൻസ് അഭിനയിക്കുന്ന ഒരാളെ വെക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി പുതിയൊരാളെ സെലക്ട് ചെയ്താൽ അയാളുടെ ഒരു ഇത് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ ഫ്രഷ്നസ് കിട്ടി, പടത്തിലും അത് വർക്കായിട്ടുമുണ്ട്. ഒരു കാര്യം കൂടെ ചോദിച്ചു ഞാൻ അവസാനിപ്പിച്ചോട്ടെ. എൻ്റെ ഒരു സംശയമായിരുന്നു, ഈ ഹരിഹർനഗർ എന്ന് പറഞ്ഞ സിനിമയിലെ പിന്നെ നമ്മുടെ ആ ചേച്ചി മറ്റേ കാട്ടാളിൽ വെട്ടുന്ന ഒരു സീനിൽ ചേട്ടൻ തിരിച്ച് ബാക്കിലോട്ട് ചാടുന്ന ഒരു സാധനമുണ്ട്, ശരിക്കും ഒറിജിനലായിരുന്നു? ഒറിജിനൽ അല്ലാതെ പിന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെട്ടുകൊള്ളൂല്ലേ? എല്ലാവരുടെ മനസ്സിലുള്ള സാധനം അത്. ഗ്രാഫിക്സ് ഒന്നും അല്ല, റിയൽ ആയിട്ട് നമുക്കൊന്നും പെർട്ടിക്കുലർ സമയത്ത് ഒരു ചെറിയ ഒരു ഇതുമേലേക്ക് ചാടി കയറിയിട്ട് കൈവരിയില് അതൊക്കെ, അതുപോലെ വീഴ്ചകള് കൃഷി ഓഫീസർ മണ്ണ് ടെസ്റ്റ് ചെയ്യണ ദിലീപ് തുടക്കകാലത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇങ്ങനെ ഒക്കെ നാച്ചുറലായിട്ട് വീഴണത് പണ്ട് ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയും. ഈ വീഴ്ച അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്താൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിരിക്കും. അല്ല, അതെന്താണെന്നറിയാമോ, നമുക്ക് അങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. കോമഡി ഏൽക്കണമെങ്കിൽ അത് ശരിക്കും ഇപ്പം ഞാൻ വോയിച്ച സത്യനാലിലേക്ക് അതും അടിച്ച് വീഴുന്ന സാധനം ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ആ സാധനം തിയേറ്ററിൽ ഞാൻ കാണുമ്പോഴും ഉള്ളില് അപ്പം അതിനെ ഇപ്പം കിണറ്റിൽ വീഴാൻ നിൽക്കുമ്പോഴും ഒക്കെ
എല്ലാ കാര്യത്തിനും ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അല്ല പറയാ അത് വേണ്ട അത് വേണ്ട ഞാനില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാർ മാറിക്കളയും. പക്ഷെ അല്ല എന്നാ പിന്നെ നോക്കടാ എന്ന് പറഞ്ഞ് അതിൻ്റെ ഇറങ്ങി അങ്ങോട്ട് നിൽക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ വലിയ വിജയം. ഇത്രയും വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സിനിമ ചെയ്യുമ്പോഴും സിദ്ദിഖാണേലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെയുണ്ട്. ഒന്നും അറിയാൻ പാടാത്ത ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വരും അത് ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ വിൻഡോ ചോദിച്ച പോലെ തീർച്ചയായും നമുക്കൊക്കെ ഉള്ള കുഴപ്പം നമ്മൾ എന്താണ് നമുക്ക് ഓരോ സിനിമയും നമുക്ക് ആദ്യത്തെ സിനിമയാണ്. ഇപ്പോഴും എന്നെ സംബന്ധിച്ച് ക്ലാപ്പ് മുമ്പിൽ വെക്കുമ്പോൾ ദൈവമേ എനിക്ക് അറിഞ്ഞൂടാ എന്താ സംബന്ധിച്ച് ദൈവമേ പിടിച്ചോണേ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. ആ ഒരു ഇതിൽ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ ഈ 2 ഷോൾഡറിനും ചെറിയ പ്രോബ്ലം ഉണ്ട്, ചെറിയ തേയ്മാനം വന്നിട്ട് അവിടെ നല്ല പെയിൻ ഉണ്ട് എപ്പോഴും. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്തൊക്കെ നോക്കിയപ്പോൾ അവിടെ 2 ഷോൾഡറിനും ചെറിയ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, എപ്പോഴെങ്കിലും ഷോൾഡർ ഇടിച്ച് വീഴ വല്ലതും ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ 30 വർഷമായിട്ട് ഗംഭീരമായി വീണിട്ടുള്ള ആളാണ്. ഫൈറ്റിലുമൊക്കെ ഈ വീഴ്ച തന്നെയല്ലേ. ഞാൻ ഡോക്ടർ ഒരുപാട് പ്രാവശ്യം അങ്ങനെ അതാണ് ഡോക്ടർ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി വന്നു, എപ്പോഴെങ്കിലും വീണതായിട്ടും വീഴാത്തതാണ് ഓർമ്മയില്ലാത്തത്. പണ്ടൊക്കെ എന്തൊക്കെ വന്ന് ഇടികൊള്ളുക എന്നുള്ളതാണ് സിനിമ തുടങ്ങിയ സമയത്തൊക്കെ. എന്തിനാണെന്ന് പോലും പിന്നെ അറിയുന്നത് നായകൻ എന്തിനാ ഇടിച്ചെന്നുള്ള കാര്യം പോലും. എന്തായാലും ഈ പറഞ്ഞ പോലെ ആദ്യ സിനിമയിൽ നിന്ന് 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, മലയാളികളുടെ ഒപ്പം ഉണ്ടാവട്ടെ. നിങ്ങളെ ഓരോരുത്തരും നല്ല നല്ല സിനിമകളുടെ ഭാഗമാകട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ. ഇനിയും നല്ല സിനിമകൾ, അതെ നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ, മലയാളത്തിൽ വലിയൊരു സാന്നിധ്യമാവട്ടെ. അതുപോലെ തിരിച്ചും ഇനിയും നല്ല സിനിമകൾ പ്രതീക്ഷിക്കട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി 3 പേരും മലയാള സിനിമയിൽ. തുടക്കക്കാരും 3 ഇനി ഒരുപാട് ഒരുപാട് വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ ഇനിയും വളരണോ? അല്ല, തുടക്കക്കാരും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. 150 ഒന്നേന്നാണ്. ഒന്നേ തുടങ്ങില്ലേ. ഇനി താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദർ. അടിപൊളി.